ഗാസയിൽ ചോരപ്പുഴ ഒഴുകുകയാണ്. കുഞ്ഞുങ്ങളുടെ നിലവിളി കൊണ്ട് ലോകം നടുങ്ങുകയാണ്. ലോകരാജ്യങ്ങളൊക്കെ ഇസ്രയേലിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. കടുത്ത മൗനത്തിലാണ്. ഈ കപട മൗനത്തെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ഇന്ത്യൻ എക്സ്പ്രസിലെ തന്റെ ലേഖനത്തിലൂടെ അങ്ങേയറ്റം രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്. മോദി സർക്കാരിന്റെ വിദേശ നയം എത്രത്തോളം പരാജയമാണെന്ന് അവർ അക്കമിട്ട് നിരത്തുകയാണ് ഇവിടെ. കഴിഞ്ഞ ജൂണിൽ പുറത്തുവന്ന UN-ന്റെ സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സോണിയാഗാന്ധി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിരമിച്ച ജസ്റ്റിസ് S. മുരളീധരന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ സമർപ്പിച്ച 94 പേജുള്ള ആ റിപ്പോർട്ട് വായിച്ചാൽ ഏതൊരു മനുഷ്യന്റെയും നെഞ്ച് തകർന്നു പോകും. ഗാസയിലെ പാലസ്തീനികളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുവാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഏറ്റവും വലിയ ക്രൂരത എന്തെന്നാൽ ഇവിടെ കുട്ടികളെ ലക്ഷ്യമിട്ടാണ് ബോധപൂർവമായ ആക്രമണങ്ങൾ പലതും നടക്കുന്നത് എന്നാണ്. ഗാസയിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തവരിൽ 27% പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവിടുത്തെ സ്കൂളുകളും കുട്ടികളുടെ ആശുപത്രികളും വരെ ബോംബിട്ട് തകർത്തു. ഹമാസ് ചെയ്ത തെറ്റിന് ഇസ്രായേൽ നൽകുന്ന തിരിച്ചടി തികച്ചും വിവേചനരഹിതവും സമാനതകളില്ലാത്തതുമായിട്ടുള്ള ക്രൂരതയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ചില നിലപാടുകൾ കാരണം UN-ന് നേരിട്ട് ശക്തമായ നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല എന്നത് ശരിയാണ്. പക്ഷേ ലോകം ഇന്ന് ഇസ്രായേലിന് എതിര് തന്നെയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളായ ഫ്രാൻസ്, UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് വരെ വലിച്ചിഴച്ചു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലുമായുള്ള ബന്ധങ്ങൾ വെട്ടിച്ചുരുക്കുകയോ അവർക്ക് ആയുധം വിൽക്കുന്നത് നിരോധിക്കുകയോ ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ ഭരണത്തിനെതിരെ അറസ്റ്റ് വാറന്റ് വരെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ലോകം മുഴുവൻ ഇസ്രായേലിനെ നിന്നും അകലുമ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സ്വാധീന വലയത്തിലേക്ക് കൂടുതൽ വീഴുന്നത്. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിചിത്രവും പരാജയപ്പെട്ടതുമായ ഒരു തന്ത്രപരമായ തീരുമാനമായിട്ട് രേഖപ്പെടുത്തും. പാലസ്തീൻ, ഇറാൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തുടങ്ങിയ ഇന്ത്യയുടെ കാലങ്ങളായുള്ള പരമ്പരാഗത സൗഹൃദത്തെ മുഴുവൻ മോദി സർക്കാർ അകറ്റി നിർത്തി. ഈ വിഷയത്തിൽ ഇന്ത്യക്ക് എടുക്കാമായിരുന്ന ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നു വരുന്നു എന്നത് കാണുമ്പോൾ നമ്മുടെ വിദേശ നയത്തിന്റെ തന്ത്രപരമായ പരാജയം എത്ര വലുതാണ് എന്ന് മനസ്സിലാകും. ചുരുക്കം പറഞ്ഞാൽ ഈ മോദി നെതന്യാഹു സൗഹൃദം ഇന്ത്യയുടെ നൈതികവും തന്ത്രപരവുമായ താല്പര്യങ്ങൾക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ തല താഴ്ത്തുന്ന ഈ നിലപാടിനെതിരെയാണ് സോണിയാഗാന്ധി ശക്തമായിട്ട് വിരൽ ചൂണ്ടുന്നത്. മാനവികതയുടെ പക്ഷത്ത് നിൽക്കേണ്ട ഇന്ത്യ ഇന്ന് ക്രൂരതയ്ക്ക് മൗന അനുവാദം നൽകുന്ന കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെതിരെയാണ് മോദിയെ തീർത്തുകൊണ്ട് സോണിയാഗാന്ധി പരസ്യമായിട്ട് രംഗത്ത് എത്തിയത്.